വെളിയങ്കോട് പഞ്ചായത്തിൽ ലൈഫ് പദ്ധതി ചൂടേറിയ ചർച്ചയായി മാറുന്നു. പഞ്ചായത്ത് പ്രസിഡന്റിനെ വെല്ലുവിളിച്ച് പ്രതിപക്ഷം രംഗത്ത് വന്നു. ലൈഫ് പദ്ധതി ഒരു സാധാരണ മനുഷ്യന്, വീടില്ലാത്ത ഒരുത്തന് വീട് വെക്കുക എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഇടതുപക്ഷ ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ലൈഫ് പദ്ധതി. അത് വെളിയങ്കോട് പഞ്ചായത്തിലെ തൊട്ടടുത്ത പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലൊക്കെ അതിൻ്റെ ഏകദേശം പൂർത്തീകരണം നടന്നു കഴിഞ്ഞു. വെളിയങ്കോട് പഞ്ചായത്തിന് മാത്രം ഈ പദ്ധതി വലിച്ചു നീട്ടുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ 28-ാം തീയതി ഞങ്ങൾ നടത്തിയ സമരം. ആ LDF സമരത്തിൽ ഞങ്ങൾ ഉന്നയിച്ചു 418 ഗുണഭോക്താക്കളാണ് 2020 ആകെ അപേക്ഷകർ. 448 ആളുകൾ. 448 ആളിൽ പൂർത്തീകരിച്ചത് 71 പേരാണ്. 71 പേരാണ് ഈ പദ്ധതി പൂർത്തീകരിച്ചത്. ആദ്യ ഗഡുവായി കൊടുത്തിട്ടുള്ളത് 207 പേരാണ്. 207 പേർക്കാണ്. ബാക്കി 210 പേർക്കും ഒരു നയാ പൈസ പോലും ഈ പഞ്ചായത്ത് കൊടുത്തിട്ടില്ല. അപ്പം ഞങ്ങൾ നടത്തിയ സമരത്തിൽ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പിറ്റേ ദിവസം പ്രസ് മീറ്റ് നടത്തിക്കൊണ്ട് പറഞ്ഞത് രാഷ്ട്രീയ പ്രേരിതമാണ് ഈ സമരം എന്നാണ്. എന്നാൽ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. വളരെ ഒരു ധാർഷ്ട്യത്തോടെ, അല്ലെങ്കിൽ ഇത്ര നിലപാടുകളെ കണ്ണടച്ചിരുട്ടാക്കുന്ന ഒരു സമീപനമാണ് ബഹുമാനപ്പെട്ട വെളിയങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കാണിക്കുന്നത്. ധാർഷ്ട്യം. പ്രതിപക്ഷങ്ങളോ അല്ലെങ്കിൽ ഭരണസമിതിയിൽപ്പെട്ട് ഞങ്ങളെപ്പോലുള്ളവർ പറയുന്നത് ഒരു നിലക്കും അവരെന്ത് ചെയ്യുന്നില്ല, മുഖവിലക്കെടുക്കുന്നില്ല. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.